എന്ത് ചെയ്ത് സെക്കൻഡ് വൺ God made people to love him and take care of the world. Okay, ഇവരെ എന്ത് ചെയ്തു? ദൈവം സൃഷ്ടിച്ചു. സെക്കൻഡ് വൺ. ഓക്കെ, ആ സമയത്ത് എന്തുണ്ടായിരുന്നില്ല? ഇവരെ സൃഷ്ടിച്ചപ്പോ, ആദമിനെ ഈവിനെ സൃഷ്ടിച്ചപ്പോ എന്തില്ല? അവിടെ ആരുമില്ല. അതാണ് വലിയൊരു ഗാർഡനെ സൃഷ്ടിച്ച് അവിടെ എന്തില്ല? പിണക്കമില്ല, കരച്ചിലില്ല, പെയിൻ ഇല്ല, രോഗമില്ല, ഒന്നുമില്ല. ഓക്കെ, നോ, അത് വേണ്ട, നോ ഡെത്ത്, അത് നിങ്ങൾക്ക് അറിയത്തില്ല. ഓക്കെ, ആ സമയത്ത് ഇതൊന്നുമില്ല. ബട്ട് ദെൻ സംതിങ് ടെറിബിൾ ഹാപ്പൻ. എന്താണ് സംഭവിച്ചത് അവിടെ? ആ ഗാർഡനിൽ എന്തോ സംഭവിച്ചു. നിങ്ങൾ ഇച്ചിരി മുമ്പേ പാടി തമിഴ് പാട്ട് എന്ത് പാടിക്കും? ഫസ്റ്റ് ചാൻസ് പാടിക്കും. അപ്പൊ എന്ത് ചെയ്തെന്നറിയോ? കള്ള സാത്താൻ വന്നിട്ട് എന്ത് ചെയ്തു? ഒരു കെട്ട കഥ ആരോട് പറഞ്ഞ്? ഈവിനോട് പറഞ്ഞ്. എന്ത് പറഞ്ഞു? ഈവിനോട്. ഈ ഗാർഡനിൽ വന്നിട്ട് എന്ത് പറഞ്ഞു? ഒരു കള്ള സത്യം പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ എന്ത് ചെയ്തു? ഈവ് ഹൗവ എന്ത് ചെയ്തു? ഇത് കേട്ട് അതങ്ങ് അനുസരിച്ചു. എന്ത് ചെയ്തു? ഇത് കേട്ടിട്ട് ഹൗവയാണെങ്കിൽ അതുകൂട്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്തു? ആ ഗാർഡനില് ഒരു പഴം പറിച്ചു തിന്നു. എന്താണ് അവർ ചെയ്തത്? തെറ്റെന്താണെന്നറിയോ? ദൈവം എന്തു പറയുന്നോ അതിനെതിരായിട്ടാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇനി ദൈവം പറയുന്നതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യോ? ദൈവം പറയുന്നത് അല്ലെങ്കിൽ ദൈവവചനം പറയുന്നതിനെതിരായിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവത്തിന് ഇഷ്ടമില്ല. ഓക്കെ, അപ്പൊ ഇവരെന്തെടുത്ത് ദൈവം എന്ത് ചെയ്തെന്നറിയോ? ഇവരെ രണ്ടുപേരും, ഈവ് മാത്രമല്ല തെറ്റ് ചെയ്തത്. ഈവ് തെറ്റ് ചെയ്തിട്ട് എന്തെടുത്തറിയോ? ഈവ് വിചാരിച്ച് അവ വിചാരിച്ച് എന്തായാലും ഞാൻ തിന്നിക്കോ, എന്നാ ആദമിനും കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അവ ഇനി എന്തെടുത്തറിയോ? ഈ പഴം ആദമിനും കൊടുത്തു. ആദമും വാങ്ങിച്ചിരുന്നു. ആദമും തിന്നു, വയറിറച്ചു. ദൈവം വന്നപ്പോ ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. എന്നിട്ട് ഇവരെ രണ്ടിനെയും എന്ത് ചെയ്തറിയോ? ഈ ഗാർഡനിൽ നിന്ന് പുറത്താക്കി. ഇവരെ ഈ ഗാർഡനിൽ നിന്ന് പുറത്തായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമുണ്ടായി. പക്ഷെ എന്താണ്? ദൈവത്തിന്റെ ദൈവമല്ലേ ഇവരെ സൃഷ്ടിച്ചത്. ദൈവത്തിന് ഇവരോട് ഭയങ്കര സ്നേഹമുണ്ട്. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഇവരെ ആ ഗാർഡനിൽ നിന്ന് പുറത്താക്കിയാൽ പറ്റത്തില്ലല്ലോ, ഇവരെ തിരിച്ചു കൊണ്ടുവരണം. ഇവരെ എന്ത് ചെയ്യണം? ഇവരെ എനിക്ക് രക്ഷിക്കണം എന്ന്. ഇപ്പൊ നിങ്ങളുടെ ഡാഡിയും മമ്മിയൊക്കെ നിങ്ങളെ അടിക്കാറുണ്ടോ? എത്ര പേരെ അടിക്കാറുണ്ട്? അടിക്കാറുണ്ട് ഇല്ലയോ? അടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ വേണം അതെല്ലാം വാങ്ങിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിന് പെട്ടെന്ന് ദേഷ്യം വന്നെങ്കിലും ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് എന്തുണ്ടായി? ദൈവം ഇവരോട് സ്നേഹമുള്ളവരെ. അപ്പൊ എന്ത് ചെയ്തു? ഗോഡ് എന്ത് ചെയ്തു? ഒരു പ്രോമിസ് ചെയ്യുവാൻ തക്കൊന്നുകൂടെ ഗോഡ് എന്ത് ചെയ്തു? ഒരു അബ്രഹാമിനെ എന്ത് ചെയ്തു? വിളിച്ചു. അബ്രഹാമിനെ എന്ത് ചെയ്തു? അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമിനെ വിളിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? നിന്നെ എന്ത് ചെയ്യും? ഒരു ഗ്രേറ്റ് നേഷനാക്കി മാറ്റും. എന്ത് ചെയ്യും? നിന്നെ ഒരു വലിയൊരു രാജ്യമാക്കി മാറ്റാം. അപ്പൊ അബ്രഹാം ഇങ്ങനെ മിണ്ടാതെ ആകെ അങ്ങോ അല്ലാതായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇതെങ്ങനെ സംഭവിക്കും? പക്ഷെ അബ്രഹാമിന് വലിയൊരു എന്തുണ്ടായിരുന്നു? ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുകൂട്ട് തന്നെ അബ്രഹാമിനോട് ചെയ്തു. എന്ത് ചെയ്തു? അബ്രഹാമിനെ വലിയൊരു ഫാമിലി ആക്കി മാറ്റി. ഹല്ലേലൂയ സ്തോത്രം. ഫസ്റ്റ് വൺ ഒന്നോട്ട് ബാക്കി. ഗോഡ് ഹെൽപ് ദം. എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കി മാറ്റി. എന്നാൽ ഇവരെന്ത് ചെയ്തെന്നറിയോ? ഇവരാണെങ്കിൽ ഈജിപ്തിലാണെങ്കിൽ എന്തൊരു അടിമത്തത്തിൽ പോയി. അടിമത്തത്തിൽ പോയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അബ്രഹാമിന്റെ സന്തതികളെ അബ്രഹാം പോയി. ഓക്കെ, അബ്രഹാമായിട്ടിരുന്നു. അതിനുശേഷം ഈജിപ്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? അവരെ പുറപ്പെടുവിക്കാനായിട്ട് ദൈവം പിന്നെ ഒരാളെ ചൂസ് ചെയ്തു. ആരെയാണ്? മോസസ്. ഓക്കെ, മോസസ് സംസാരിച്ച് മോസസിന് ചെറുത് വലുതായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, മോസ് സംസാരിക്കുമ്പോൾ ഒരു വിക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ മോസസിനെ അവിടെ കൊണ്ടുവന്നു. എന്ത് ചെയ്തു? മോസസ് ത്രൂ ഇവരെല്ലാം ഇസ്രായേലിനെ അവരെ മുഴുവൻ ആ ജനത്തെ മുഴുവൻ അവിടുന്ന് ദൈവം വിടുവിച്ചു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, അതിനുശേഷം ഇവർക്ക് എന്ത് സംഭവിച്ചു? ഇവർ വലിയ രാജ്യമായിട്ട് മാറിയില്ലയോ? ഇവർക്ക് ദൈവം എന്ത് കൊടുത്തു? ഇവർക്കാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഇവർക്ക് രാജാവിനെ കൊടുത്തു. കിങ് ഡേവിഡ്.
ആരാണ്? കിങ് ഡേവിഡ് ആണ്. കിങ് ഡേവിഡ് വരുന്നുണ്ടോ? എന്തൊരു ഗാംഭീര്യം ഉണ്ട് ഡേവിഡ്. ആരാണ്? കിങ് ഡേവിഡിനെ കൊടുത്തു. ആരല്ലേ? സ്തോത്രം. കിങ് ഡേവിഡ് ആരായിരുന്നു? ദാവീദ്. ദാവീദ് ആരായിരുന്നു? ദാവീദാണ് വലിയ ഗോലിയത്തിനാണ്ടോ. ഇത് കൂട്ടൊരു ഗോലിയാത്തിനെ ആണെങ്കിൽ അടുത്ത ചെറിയ ഡേവിഡായിരുന്നു. ഓക്കെ. പക്ഷേ ഈ ഡേവിഡ് മാറിയതിനു ശേഷം അത് കഴിഞ്ഞു വന്ന രാജാക്കന്മാരുണ്ട്. ഓക്കെ. ഇവര് പിന്നെ എന്ത് ചെയ്തെന്നറിയോ? പിന്നെയും അന്ന് സംഭവിച്ച ആ തെറ്റ് തന്നെ സംഭവിച്ചു. ദൈവം പറഞ്ഞതിന് വിരോധമായിട്ട് പ്രവർത്തിക്കാറുണ്ട്. എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതിന് ഡേവിഡ് പോയി. ഡേവിഡ് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? അത് കഴിഞ്ഞ് ഒത്തിരി രാജാക്കന്മാർ വന്നു ഇവരെ ഭരിക്കാനായിട്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ വന്ന രാജാക്കന്മാരെല്ലാം എന്താ പറയുക? ദൈവത്തിനെതിരായിട്ട് ചെയ്യാൻ തുടങ്ങി. എന്താണ് ദൈവത്തിനെതിരായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ? പറ. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെന്താ? ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവര് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കിയപ്പോ വേറെ രാജ്യങ്ങളിലൊക്കെ എന്താണെന്നറിയോ? വേറെ രാജ്യങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ എന്തുവാ ഐഡിൽസ് എന്താണെന്ന് നമുക്ക് അറിയാം. അത് പ്രതിമകളൊക്കെ വെച്ച് ഇങ്ങനെ ആരാധിക്കുന്നു. ഇവര് കണ്ടപ്പോ എന്താ പറയാ? ദൈവത്തിന് ഇവർക്ക് ആരാധിക്കാൻ മാത്രം ഒന്നുമില്ല. ഇവർ തെക്കും വടക്കും പോകുമ്പോ അങ്ങനെ ആയി. ഓക്കെ. ആർ യു റെഡി? ഓക്കെ. അപ്പം ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറയുകയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾക്കും ഇങ്ങനെ ആരാധിക്കണം. ഇവരും ഒന്നും ഇടക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ആരാധിക്കുന്നില്ല. ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. ഓക്കെ. അവരെവിടാണോ ആരാധിച്ചിരുന്നത് ഇവരവിടെ പോയി യഥാർത്ഥ ദൈവത്തെ അവിടെ തന്നെ ആരാധിക്കുന്നത്. ഇത് ദൈവത്തിന് സാധിച്ചില്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി തെറ്റുകൾ ആര് ചെയ്തു? ഈ രാജാക്കന്മാരൊക്കെ ചെയ്തു. അപ്പം അവരെന്ത് ചെയ്തെന്നറിയോ? ദൈവം പിന്നെ എന്ത് ചെയ്തെന്നറിയോ? ആര് റെഡി? ഈ രാജാക്കന്മാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ദൈവം എന്ത് ചെയ്തെന്നറിയോ? ജെറമ്യ, ഓക്കെ, ജോന, ഇതുകൂട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അറിയാ? ജെറമ്യ, ജോന, പിന്നെ എഴുതിയേക്കുന്നത് ഇശയ്യ. ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇവരിങ്ങനൊന്നും അല്ല ഇരിക്കുന്നത്. ഇവരൊക്കെ ഭയങ്കര ഭീകരന്മാരാ. അറിയോ? ഇവര് ഭീകരന്മാരാണ്. ഇവരെന്ത് പറഞ്ഞെന്നറിയോ? ഇവര് പറയുവാണ് രാജാക്കന്മാരോടൊക്കെ എന്ത് പറഞ്ഞെന്നറിയോ? നിങ്ങൾ മനം തിരിയണം. രാജാവിനോട് ഇങ്ങനെ പറയാൻ ആളാണ്. എന്താണ് ആര് ചോദിച്ചത്? രാജാക്കന്മാർ എന്താ ചോദിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ദൈവത്തിനനുസരിച്ച് തിരിച്ചു വന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ സംസാരിച്ചത്. എങ്ങനെ സംസാരിച്ചു? നിങ്ങൾ മാനം തിരിഞ്ഞ് വരണം, അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം ഉണ്ടാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ. ഇനി നിങ്ങൾ വെക്കും. ഇവരെ ഒത്തിരി ഉപദ്രവിച്ചവര്. ഓക്കെ. നെക്സ്റ്റ് ദൈവം എന്താ ചെയ്തതെന്നറിയോ? ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ദൈവം ഒരു പ്ലാൻ ഉണ്ടാക്കി. പിന്നെ എന്താണ്? ഇവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്ത്? സ്വന്തം പുത്രനെ തന്നെ. ആരെയാണ്? ജീസസ് ദ സേവിയർ. സ്വന്തം പുത്രനെ തന്നെ എങ്ങോട്ട് അയച്ചു? ഭൂമിയിലേക്ക് അയച്ചു. എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ആർ യു റെഡി? എന്താണ്? ഗോഡ് സെന്റ് ജീസസ് ഹിസ് സൺ. ജീസസ് വാൺ എന്താണ്? ബെത്ലഹേമിലാണ് ജീസസ് ജനിച്ചത്. ഓക്കെ. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ചോദിച്ച പറയാമോ? എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയത്? എവിടെ എത്തിയത്? ഇപ്പൊ ഫസ്റ്റ് എന്തായാലും ആരാണ് വേണ്ടി? ഓക്കെ. അപ്പൊ നമുക്ക് കഥ തീർന്നിട്ട് പിന്നെ മുന്നിൽ ചോദിക്കാം. ഓക്കെ. അപ്പോ ജീസസിനെ ദൈവം അയച്ചു. ജീസസിനെ എന്തിനാ ദൈവം അയച്ചത്? ദൈവപുത്രനെ എന്തിനാ ഭൂമിയിലേക്ക് അയച്ചത്? നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടി. ഹല്ലേലൂയ, സ്തോത്രം. ജീസസ് വന്നിട്ട് എന്തൊക്കെയാ ചെയ്തത്? ജീസസ് വന്നിട്ട് എന്തൊക്കെ ചെയ്തു? ജീസസ് ഹല്ലേലൂയ, സ്തോത്രം, സ്നേഹിക്കാൻ പഠിപ്പിച്ചു. എന്ത് ചെയ്തു? സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു. എന്താണ്? ദൈവരാജ്യത്തെ കുറിച്ച് ആൾക്കാരെ ബോധവാന്മാരാക്കി. പാപത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞ് ജീവിക്കണമെന്ന് കാണിച്ചു തന്നു. യേശുക്രിസ്തുവിന് എന്താണ്? ഒട്ടും പാപമില്ല. അപ്പോ നമ്മളെ ഓരോരുത്തരെയും, നിങ്ങളൊക്കെ സൺഡേ സ്കൂളിൽ തന്നെ വരെ പാപമില്ലാതെ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി, അതിന് നിങ്ങളുടെ മാതൃകയാണോ? നിങ്ങളുടെ പാസ്റ്ററാണോ? അല്ല. ഈ സംസാരിക്കുന്ന ഞാനാണോ? നിങ്ങളുടെ അപ്പനും അമ്മയാണോ?
അല്ല, ഇവരാകുന്നില്ല. ഇവർക്ക് എല്ലാവരും എന്തെങ്കിലും കുറവുകൾ നിങ്ങൾ കണ്ടുപിടിക്കും. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ ആരെയാണ് ഫോളോ ചെയ്യേണ്ടത്? ജീസസ് ക്രൈസ്റ്റ്. ആരാണ്? അതുകൊണ്ടാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ജീസസ് ക്രൈസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്. അല്ല, ആദ്യത്തെ എന്നിട്ട് ഓക്കെ. ജീസസ് നെവർ സിൻഡ്, നോട്ട് ഈവൻ പാപമില്ല. ബട്ട് ഹി ചൂസ് ടു ഡൈ ദ ക്രോസ് ഫോർ അവർ സിൻസ്. ആർക്കു വേണ്ടിയാണ് ജീസസ് മരിച്ചത്? ക്രോസിൽ മരിച്ചത് നമ്മളുടെ പാപങ്ങൾക്ക്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ജീസസ് ഈ ഭൂമിയിലേക്ക് വന്നു, ക്രൂസിഫൈഡ് എന്താണ്, ക്രോസിൽ മരിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത്? അന്നുള്ള ആൾക്കാരെല്ലാം വിചാരിച്ചു, എന്ത് ചെയ്തെന്ന് വെച്ചു, ഇതോടുകൂടി തീർന്നു. നെക്സ്റ്റ്. ആഫ്റ്റർ 3 days ജീസസ് റോസ് ഫ്രം ദ ഡെഡ്. കണ്ടോ? ജീസസിനെ ക്രൂശിച്ചു കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, സ്തോത്രം, 3 ദിവസത്തിന് ശേഷം എന്ത് സംഭവിച്ചു? ജീസസ് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യർക്ക് കഴിയാത്തത് ആര് കഴിഞ്ഞു? ദൈവപുത്രന് കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്തു? പാപത്തെ തോപ്പിച്ചു, ഡെത്തിനെ തോപ്പിച്ചു. എന്തിനെ തോപ്പിച്ചു? ഹല്ലേലൂയ, മരണത്തെ തോപ്പിച്ചു. നമ്മളെല്ലാവരും, നിങ്ങളെ പേടിച്ചു പോലെ നമ്മളെല്ലാവരും ജനിച്ചു മരിക്കും. പക്ഷെ ദൈവം ആ കാര്യത്തിൽ ഒരു കാര്യം കാണിച്ചത് എന്താണെന്നറിയോ? പാപത്തെ മാത്രമല്ല, നമ്മളെല്ലാം മരിച്ചു കഴിഞ്ഞാൽ ഇനിയും ജീവിക്കുമെന്ന് യേശു ക്രിസ്തു കാണിച്ചത്. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇനിയും ജീവിക്കും. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. ഇനി എനിവൺ ഹൂ ബിലീവ്സ് ഇൻ ജീസസ് ഈസ് ഫോർഗിവൻ. ആരെങ്കിലും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? അവന് പാപത്തിന് ക്ഷമ ലഭിക്കും. ഹല്ലേലൂയ, സ്തോത്രം. സെൻഡ് ഹിസ് സ്പിരിറ്റ് ടു ലിവ് ഇൻ us. എന്ത് ചെയ്യും? ഹോളി സ്പിരിറ്റിനെ നമുക്ക് തന്നിരിക്കും ദൈവം. ഹല്ലേലൂയ. ആൻഡ് ഹെൽപ്പ് us to love like he does. ആരെ പോലെ ആകണം? യേശു ക്രിസ്തുവിനെ പോലെ സ്നേഹമുള്ളവരായി മാറണം. ഓക്കെ, നിങ്ങളെല്ലാം സൺഡേ സ്കൂൾ പഠിക്കുന്നതിനാ യേശു ക്രിസ്തുവിനെ പോലെയായി മാറണം. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. നിങ്ങളെ എന്താണ്? അച്ചടക്കത്തോടുകൂടി വളർത്തണം. നിങ്ങളെ ഒരു അച്ചിൽ, ഏതാ ദൈവവചനമാകുന്ന അച്ചിൽ വളർത്തിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആയി മാറാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് ഒരു സഹായകനെ തന്നു. നിങ്ങളോട് പറഞ്ഞല്ലോ ചർച്ചിനെ കുറിച്ച് പഠിക്കാനാണ് പറഞ്ഞത്. ഇപ്പൊ നമ്മളെവിടെ ഇരിക്കുന്നത്? എല്ലാവരും നമ്മളെവിടെ ഇരിക്കുന്നത്? ഇപ്പൊ ചർച്ചിൽ. എവിടെ ഇരിക്കുന്നത്? ചർച്ചിൽ. ഓക്കെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഇതാണ് ഹല്ലേലൂയ, സ്തോത്രം, ഇന്ന് ഈ ലോകത്തിലുള്ള ആക്ഷരികമായ ദൈവരാജ്യം. എന്താണ് ആക്ഷരികമായ ദൈവരാജ്യം? ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ നമ്മളെല്ലാം എവിടെ ഇരിക്കുന്നത്? ദൈവരാജ്യത്തിൽ, അല്ലേ? നമ്മളെല്ലാം എവിടെ ഇരിക്കുന്നത്? ആർ യു റെഡി? ഓക്കെ, നമ്മള് യേശു ക്രിസ്തു മുഖാന്തരമാണ് നമ്മൾ ഇന്ന് ഈ ദൈവരാജ്യത്തിലായിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ പാപത്തിനായിട്ട് മരിച്ചു. അപ്പോ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് നമ്മുടെ ദൈവരാജ്യത്തിൽ അംഗമാക്കി വെച്ചിരിക്കുന്നു. ഇതിപ്പോ ആശ്ചര്യമായ ഒരു ഇതാണ്. എന്താണ്? ദൈവസഭയാണ്. അപ്പൊ ചർച്ച എന്താണ്? ദൈവരാജ്യമാണ്. നിങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ നമ്മളുടെ ഇത്രയും പേരുടെ ഇടയിൽ ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ഇവിടെ ഉണ്ട്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. അതെ, പക്ഷെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട്. നെക്സ്റ്റ്. ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത്? ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചതാണ്. ഓക്കെ, ഇനി സംഭവിക്കാനിരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. വൺ ഡേ ജീസസ് വിൽ കം ബാക്ക്. ഞാൻ പറഞ്ഞില്ലയോ, ജീസസ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റ്, 3 ദിവസം ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷം എവിടേക്ക് പോയി? സ്വർഗത്തിലേക്ക് പോയി. ഇനി ജീസസ് തിരിച്ചു വരും. അതിനാണ് നമ്മൾ ഈ സഭയായിട്ട് ഒരുമിച്ച് കൂടിയിട്ട് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയാ? ജീസസിന്റെ സെക്കൻഡ് കമ്മിങ്. എന്ത് ചെയ്യും? ജീസസ് വിൽ കം ബാക്ക്. എന്ത് ചെയ്യും? അതിനുശേഷം ഹി വിൽ മേക്ക് എ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്. അവിടെ എന്തില്ല? നോ മോർ സാഡ്നെസ്. ഇപ്പൊ എന്തുണ്ട്? നമുക്ക് കഷ്ടപ്പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കാല് മുട്ടി, കൈ മുട്ടിയാലൊക്കെ എന്ത് ചെയ്യും? ബ്ലഡ് വരും. നമുക്ക് കരച്ചിലുണ്ട്, നമുക്ക് എന്ത് ചെയ്യും? രോഗങ്ങളുണ്ടാവും. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. ദൈവത്തോടുകൂടെ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് സന്തോഷമുണ്ടോ? ഉണ്ട്. നമ്മുടെ സന്തോഷം ഇങ്ങനെ ലൈറ്റ് ഇടുന്നുകൊണ്ട് സന്തോഷമാവും, ലൈറ്റ് ഓഫ് ചെയ്യുന്നതുകൊണ്ട് സന്തോഷം പോകും. ഇങ്ങനെയല്ലയോ? പക്ഷെ അവിടെ അങ്ങനെയല്ല, എപ്പോഴും സന്തോഷം മാത്രമേ. ഹല്ലേലൂയ, സ്തോത്രം. എവരിവൺ ഹൂ ലിവ്സ് ഹിം will live with God forever in perfect joy. എന്താണ്? എപ്പോഴും സന്തോഷത്തിൽ ദൈവത്തോട് കൂടി നമ്മൾ. അപ്പോ ഹല്ലേലൂയ, നമ്മളിപ്പോ എന്തിനാ ജീസസിനെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുന്നത്?
ഫ്യൂച്ചറിൽ ദൈവത്തോട് കൂടെ വസിക്കുവാനായിട്ട്, സന്തോഷത്തിൽ വസിക്കുവാനായിട്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി കഥയിൽ നിന്ന്?